ഇന്ന് നമ്മളുടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർക്കും കൂടി സോറി ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രൈഡ് റൈസും ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം നമ്മള് നെയ്യ് വെള്ളം നേരത്തെ നമ്മള് വെള്ളം തിളച്ച് നെയ്യ് ഇച്ചിരി ഇടുക. അത് എന്താ അത് നമ്മൾ എന്ത് ഇപ്പം ചെയ്ത അതിനകത്ത് നെയ്യിട്ടു. പിന്നെ വെള്ളത്തിനകത്ത് നമ്മള് നെയ്യ് ഇട്ടിട്ട് കറുവപ്പട്ട ഇട്ട് അപ്പം ഇങ്ങനെ ഒരു കിറ്റ് കിട്ടും. എല്ലാവർക്കും കാണാലോ ഇങ്ങനത്തെ കിറ്റ് സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ്. നമ്മള് അടുത്തുള്ള കടകളിൽ കിട്ടുന്നതാണിത്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസിന്റെ സാധനങ്ങൾ വീട്ടിലെ മധുരമൊക്കെ വരുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ. കറുവപ്പട്ടയും കൂടെ നമ്മൾ വെള്ളത്തിനിട്ടിട്ടുണ്ട്. പിന്നെ അരി കഴുകി വെക്കുക. ഇങ്ങനെ വൈറ്റ് റൈസിന്റെ അരി എന്നിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നെയ്യ് ഞാൻ എടുത്ത് കാണിച്ചു തരാമല്ലേ. എന്നിട്ട് നോക്കാം. ഞാനൊരു പൈനാപ്പിൾ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ, പിന്നെ ഇച്ചിരി മുളക്. ഇറച്ചിക്ക് നമ്മൾ മുളക് ചേർക്കാൻ വേണ്ടി നമ്മൾ മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ക്യാരറ്റ്, പിന്നെ ഇച്ചിരി പയർ കേട്ടോ, 2.5 പിടി പയർ ഫ്രൈഡ് റൈസിനിടാൻ. പച്ചമുളക് ഇതിനകത്ത്, ഇത് ഫ്രൈഡ് റൈസിനാണ്, ഇത് 2 എണ്ണത്തിനകത്തുള്ളതാണ്. ഫ്രൈഡ് റൈസിനകത്ത് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. അപ്പൊ ഞാനിത് എന്തൊക്കെയുണ്ടെന്ന് അപ്പം എന്തൊക്കെയുണ്ട്. കറുവപ്പട്ട 1, കുരുമുളക് 2, പിന്നെ പെരുംജീരകം. ഞാൻ ഓരോന്നും ലിസ്റ്റ് ആയിട്ടാണ് ഓരോന്നും. അപ്പൊ ഇങ്ങനെ പാക്കറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ചിക്കൻ ബിരിയാണി.